എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ്. ഇന്നേ ഒരു പോസ്റ്റ് കണ്ടിട്ടോ ഫേസ്ബുക്കിൽ. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യം തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റവും. ആ പോസ്റ്റിനെ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യമായിട്ടും മര്യാദ വേണം, വേറൊന്നുമല്ല. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളെ ചുറ്റുപാടും, അതും അത്രയും പ്രശസ്തനായൊരു നടൻ മരിച്ചു കിടക്കുമ്പോൾ അയാളെ ചുറ്റുപാടും ക്യാമറാമാൻമാർ മാത്രമേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്രയും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം ഒരുപാട് നടന്മാരുണ്ട്, ഒരുപാട് നടിമാർ വന്ന്, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ഇവരതിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ ക്യാമറ പിടിച്ച് നടക്കുക. എന്നിട്ട് കുറേ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സാറെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്നൊക്കെ. ചിലവർക്ക് അതൊന്നും പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതൊക്കെ അവരവരുടെ അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക് ആണെന്നുവെച്ചെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ അത് അവരെ അറിയിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നിങ്ങൾ ഈ ക്യാമറയും പിടിച്ച് ചെന്നിട്ട് ചോദിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. ഇതൊക്കെ വേറെ എന്തൊക്കെ നമുക്ക് വിഷയങ്ങൾ നമ്മളെ അന്നത്തെ ദിവസം ഉണ്ട് നമ്മളെ കൊടുക്കാൻ, വാർത്തകളിലൊക്കെ ആയിട്ട് കൊടുക്കാൻ ഈ ക്യാമറയും പിടിച്ചിട്ട് ചെല്ലേണ്ട ഒരാവശ്യമില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. നമ്മുടെ മാധ്യമ പ്രവർത്തകരായാലും സോഷ്യൽ മീഡിയ ആൾക്കാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും പോയിട്ട് ആ വ്യക്തിയെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഈ ന്യൂസ് പ്രവർത്തകരായാലും ആരായാലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ക്യാമറയൊക്കെ പിടിച്ച എല്ലാവരും പോയി ഒന്ന് പുഷ്പാഞ്ജലികൾ അർപ്പിച്ച് ഒന്ന് തൊഴുത് മടങ്ങുക എന്നല്ലാതെ ഇതൊന്നും കാണിക്കരുത്. കാരണം വെച്ചാൽ അവരുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ വന്നിട്ട് നിങ്ങൾ അവരെ തന്നെ ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പറ്റ മോശം പരിപാടി. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ വേർപാടിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ കരയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. എനിക്ക് പറയാനുള്ളത്, അതാ മകൻ ഒന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ, നിങ്ങളതിൻ്റെ പിന്നാലെ ക്യാമറ പിടിച്ച് നടക്കുന്നതിനാ? ഇതൊക്കെ മോശമാണ്. ആ മകന് അത്രയും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ മകൻ കരഞ്ഞത്. അത് നിങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നിങ്ങൾ റൈറ്റിങ് കൂട്ടുക. മോശം പരിപാടി. എന്തായാലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ.